കാണുന്ന പറഞ്ഞിട്ട് എല്ലാവരെയും. നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നിന്ന്. ചേട്ടൻ പറയുകയാണ് ഇത് കൂടുതൽ പിടിക്കേണ്ട പൊക്കത്ത് പിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെയിനാണ്, ശരീരം എങ്ങനെ പോകുന്നതനുസരിച്ച് ഇങ്ങനെ വളഞ്ഞിരിഞ്ഞിരിക്കട്ടെ വണ്ടി പോകുന്നതനുസരിച്ച്. അപ്പോൾ ഞാൻ പിടിക്കുന്നില്ല. ഓ കുളിങ്ങി കുളിങ്ങി പോയടാ. ഓ ഓ ഓ ഇതെന്താണ് അഗ്നികോളോ എൻ്റെ മോന്തയ്ക്ക്. വാട്സ്ആപ്പ് ബോയ്സ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ 3 മണിക്ക് എഴുന്നേറ്റ് ദുബായിൽ ഇത്ര രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ റിവ്യൂവർ എന്നെ കുറച്ച് ദിവസം മെയിൻ സ്ട്രീറ്റ് ക്ഷണിച്ചായിരുന്നു ഡെസേർട്ട് സഫാരിക്ക് വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ്റർഡേ വരാം. അപ്പം ഇതിന് എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എൻ്റെ അടുക്കെ 4 മണിക്ക് രാവിലെ വന്ന് എന്നെ പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഐ ആം റെഡി. ഐ ഹാവ് നോ എക്സ്പെക്ടേഷൻസ് ബിക്കോസ് ഈദർ വേ മൈ എക്സ്പെക്ടേഷൻസ് ആർ ഗോണ ബി ബ്ലോൺ ഔട്ട് ദ പാർക്ക് എന്നൊക്കെ പറയാമല്ലേ. അപ്പം നമുക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോയപ്പോൾ 3:30 ആയി. ഒരു 10-20 മിനിറ്റിൽ ബ്രോ എത്തും. അപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. ബ്രോ ഇപ്പോൾ കുറച്ച് നേരത്തെ വരും. ഈ വെളിച്ച യഥാർത്ഥത്തിൽ എനിക്ക് വന്ന് അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ക്യാമറയുടെ വെളിച്ചമാണ് സൈഡിലടിക്കുന്നത്. സമയം 3:45. 4 മണി പോലും ആകത്തോണ്ട് ഈ സമയത്ത് വളരെ ചൂടില്ലെന്ന് നിങ്ങൾ വിചാരിക്കും. കിണ്ടി വിയർക്കുന്നു. 2 മിനിറ്റ് 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഈ ട്രിപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റ് ഇതിനെ കുറച്ച് ഫൈനൽ വേർഡിക്റ്റ് പറയാം. എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ദുബായ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ത്യയിലെത്തട്ടെ ഞാൻ. അതപ്പോൾ എന്നെ പിക്കപ്പ് ചെയ്യാൻ ബ്രോ വന്നിരിക്കുന്നു. ചേട്ടൻ്റെ ചീരക്കടി മൂത്തതാണ് ചേട്ടൻ. എല്ലാം വന്ന് പിക്കപ്പ് ചെയ്തത് ഈ റാംഗ്ലറിലാണ്. ഈ ഫുൾ എൻ്റെ ഫ്രെയിമിനകത്ത് കാണുന്ന പോലില്ല വണ്ടിക്കകത്ത്. ഇതുകൊണ്ടാണ് ഇതിനകത്ത് എത്ര റാംഗ്ലർ വന്നിരിക്കും. ഇവരെല്ലാവരും ഈ പണിയാണ് ഇവിടെ. ബ്രോ യഥാർത്ഥം എല്ലാ ശനിയാഴ്ചയും വെറുതെ എന്താണ് ഞാൻ പറഞ്ഞത്, വെറുതെ ഒരു വൈബിന് വേണ്ടി മലയുടെ പൊക്കത്ത് കയറി ഇറങ്ങുന്നതാണ്. ഞാൻ കൂടെ പോകാൻ പോകുകയാണ്. ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് പറഞ്ഞേ എല്ലാവരും അറിയട്ടെ എന്താണെന്ന്. എന്നെ ദുബായിൽ എത്തിയപ്പോൾ തന്നെ അടുത്ത 2 ദിവസത്തെ എനിക്ക് മെസ്സേജ് വന്നതാണ്. ആ മെസ്സേജ് വന്നിട്ട് ഞാനാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്തിനാ വിളിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു തീരുമാനമാകുന്നു വണ്ടിയെ കണ്ടിട്ട്. വണ്ടി കയറാൻ കുറച്ച് പാടാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്ന പറയാ. നമ്മള് പോകുന്നത് ഓഫ് റോഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഡ്യൂൺസ് ഒക്കെ ഒന്ന് കയറി കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വരാം. നമുക്ക് കൂടുതൽ വീഡിയോസ് ഇനി കയറിയിട്ട് കാണാം. ഇത് എല്ലാ ആഴ്ചയും പോകുന്നില്ലേ? എല്ലാ ശനിയാഴ്ചയും നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഈ ഡെസേർട്ട് നൊമാഡ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഒരു ക്ലബ്ബാണ്. നമ്മൾ എല്ലാ ആഴ്ചയും എല്ലാ സാറ്റർഡേ മോർണിംഗും നമ്മൾ പോകും. വിന്ററിനും സമ്മറിനും എല്ലാം. ചേട്ടന് 18 വർഷമായിട്ടുണ്ട്. ഇതിപ്പോ 4 വർഷമായിട്ട് ചെയ്യുന്നത്. 4 വർഷം കഴിഞ്ഞ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു സാൻഡ് ഡ്യൂൺസ് ഉള്ള മരുഭൂമിയുടെ പേരെന്ന് അങ്ങോട്ട് പോകുന്നു. പതയാർ എന്നുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് പറയാം ഞാൻ ബാക്കിയുള്ള. ഇവിടെ കൂടി ഇപ്പൊ ഏകദേശം 5-6 റാംഗ്ലർ തന്നെ ഇപ്പൊ 5-6 പോയിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ ഇതിനു വേണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി കേട്ടോ. ഇപ്പൊ ഡെസേർട്ടിന്റെ ഭാഗം എത്താറായി. അപ്പൊ നമ്മള് ദുബായിൽ നിന്ന് ഇപ്പൊ പുറത്ത് ഇറങ്ങി. ഇപ്പം ഓരോ സിംഗിൾ വില്ലായിട്ട് കാണാം നിങ്ങൾക്ക് അവിടെയൊക്കെ. ഓൾമോസ്റ്റ് നമ്മൾ ലൊക്കേഷൻ്റെ അടുത്ത് എത്താറായി. അവിടെ കുറെ വണ്ടികളുണ്ട്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ എത്തി. കുറെ അധികം വണ്ടികളുണ്ട്. അത് ഹൈലിക്സ് ആണ്, റാമാണ്. ഈ വണ്ടി കൊടുക്കത്തെ പൊക്കമാണുള്ളത്. എല്ലാവരും ഇവിടെ ടയർ ഡീഫ്ലേറ്റ് ചെയ്യുകയാണ്. ഞാനെൻ്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാംഗ്ലറിൽ കയറുന്നത്. ഇത് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊടുക്കത്തില്ല ടയർ. റാമിനെ കുറിച്ച് എന്ത് പറയാനാണ്, അത് പറയാൻ വാക്കുകളില്ല. നല്ല വണ്ടി. ഈ ടയർ ഇപ്പോൾ ഡീഫ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് പോകും. അതാണ് ചേട്ടൻ പറഞ്ഞത്. ഇതൊരു ക്ലബ്ബാണ്. ഇത് മറ്റേ സഫാരിക്ക് പോകുന്നതൊക്കെയല്ല. എന്ന് വെച്ചാൽ ഇവിടെ പൈസ കൊടുത്ത് പോകുന്നതൊക്കെ. ജസ്റ്റ് ക്ലബ്ബ് ആർക്ക് പോകാൻ താല്പര്യം അവർക്കിവിടെ വരാം. ഈ ക്ലബിന്റെ പേര് ഞാൻ അവസാനം പറയാം കേട്ടോ. ആദ്യമായിട്ടാണ് മരുഭൂമിയിൽ കൊള്ളാം പോയി. നമ്മളിപ്പം ടയറിന്റെ കാറ്റ് കളയുകയാണ്. ഇനി വണ്ടികൾ പറയുന്ന വരുവാണല്ലോ. കാറ്റ് ഏകദേശം 10 PSI അല്ലേ. ഈ കൊടി എന്തിനാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റക്ക് വല്ല വണ്ടി ആയി കഴിഞ്ഞാൽ കൊടി കാണണം, അല്ലെങ്കിൽ വണ്ടി കാണാൻ പറ്റത്തില്ല. കുറച്ച് പൊക്കത്തോട്ടിരിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ കൊടി കാണാൻ പറ്റും വണ്ടി ഓടിച്ചു നേരത്ത്. കണ്ട എല്ലാവരും ഈ കൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പ് പെട്ടെന്ന് കാണാൻ പറ്റുക. ഇത് ഏത് വണ്ടി കാണാൻ കൊള്ളാമല്ല. ഇത് 2 വണ്ണം ഉണ്ട്. ഒരെണ്ണം നേണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടൊരെണ്ണം. ഞാൻ എന്താണ് ഇതിനകത്ത് പ്രതീക്ഷിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ കുറെ ഒറ്റടിക്ക് വൈബ് മാറിപ്പോയി. എല്ലാവരും ഒരു ഇന്റന്റ് ആയിട്ട് എങ്ങോട്ടോ പോകാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും കൂടെ നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും ആ വണ്ടി ഇന്ത്യയിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് കിടില് വരുന്നതിന്. പൈസ ഉണ്ടാക്കി മേടിച്ചത് ഞാൻ വണ്ടി. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ടയറിനകത്ത് നല്ല കാറ്റില്ല. നോക്കി ഇതൊക്കെ ഒട്ടും കാറ്റില്ല. ഇത് 5 PSI വല്ലതും ആയിരിക്കും. ആ ചേട്ടൻ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിലുള്ള ചേട്ടനെ ഒറ്റടിക്ക് പറപ്പിക്കാൻ പോവുകയാണ്. ഈ വണ്ടി എത്ര വലിപ്പമുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഒടുക്കത്തെ വലിപ്പമാ ബോയ്സ്. അപ്പൊ ഞാൻ ആ റാം ഉള്ള ആളുടെ സംസാരിക്കുമായിരുന്നു. ആ വണ്ടി ഇതിനകത്ത് ഈ കാര്യം ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് അല്ല. ഞാൻ വീൽ ബേസ് കൊടുക്കുന്ന നീളമായതുകൊണ്ട് ഈ കുന്നിന്റെ ഒക്കെ പൊക്കത്ത് പോകുമ്പോൾ നടുക്ക് വന്ന് ഇങ്ങനെ മുട്ടിയിരിക്കും. പക്ഷെ ഒടുക്കത്തെ പവർ ആയതുകൊണ്ട് ചവിട്ടി വിടാം. അത് വേറെ കാര്യം. അതിന്റെ ഹൈറ്റും കുറവാണ്. ഇതിന്റെ ക്ലിയറൻസ് കൂടുതലാണ്, ഇതിന്റെ ക്ലിയറൻസ് കുറവാണ്. പിന്നെ അതിന്റെ ലെങ്ത്തും വീൽ ബേസ് കണ്ടോ കൊടുക്കുന്നത് വലുത്. അപ്പൊ സ്റ്റാർട്ട് ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ റാംഗ്ലറിൽ കയറുന്നത്. ഈ സാധനം താഴ്ത്തിറങ്ങി വരുന്നുണ്ട. പൊക്കത്ത് പോയണ്ട, താഴത്തോട്ട് വരരുത്. നമ്മളപ്പം ഡെസേർട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എപ്പോൾ കൂടുന്ന ഒരു ഐഡിയ ഇല്ല.
ഇപ്പൊ അകത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സൈഡിലായിട്ട് കുറച്ച് ഫാമൊക്കെ കാണാം ഇതിന്റെ പുറകിലായിട്ട്. എന്റെ ഫസ്റ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. അത് ഓഫ് റോഡ് ഒറ്റടി കയറി ഇങ്ങനെ ഇത്ര പൊക്കത്തോട്ട് ചാടി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമ്മളിവിടെ ചെറിയൊരു പിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു അങ്കിള് ഇവിടെ ഇവരുടെ കൂടെ എപ്പോഴും റൈഡ് ചെയ്യുന്ന അങ്കിള് റിട്ടയർ ആയി തിരിച്ച് ഇറ്റലിയിലോട്ട് പോവുകയാണ്. അങ്കിളിന് വേണ്ടി ഇവിടെ ഒരു ഫെയർവെൽ ഉണ്ട്. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ശീലമാകത്തില്ല, വൈബാ. കൊള്ളാം. ഇവരുടെ ക്ലബിന്റെ പേരാണ് ഡെസേർട്ട് നോമാഡ്സ് എന്നാണ്. എത്ര വണ്ടികളാണ് എൻ്റെ പുറകിൽ. മരുഭൂമിയിൽ റേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഭാഗത്തോട്ടാണ് പോകാൻ പോകുന്നത്. സാൻഡൂൺസൊക്കെ കണ്ടാ മോനെ, എനിക്ക് വയ്യ. ഇപ്പോൾ ആ അങ്കിളിന് വേണ്ടി ഫെയർവെല്ലാണ്. ഇവരുടെ ക്ലബിനകത്ത് ഇനിയും ആൾക്കാരുണ്ട്. പക്ഷേ എന്തുവാണ് ഈ ശനിയാഴ്ച വന്നാൽ ഇത്രയും പേരായിപ്പോൾ. ആ അങ്കിളിൻ്റെ വണ്ടി ഇപ്പോൾ അവിടെ കൂടി നടന്നു വരും. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് ഹോൺ അടിക്കുക. എവിടെ നിന്ന് വരും, ഹോൺ അടിക്കണം. റേഡിയോ ചെക്ക് ചെയ്യുകയാണ്. ഇത് കാണുന്ന പറഞ്ഞിട്ട് എല്ലാവരെയും നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്ന്. ബാക്കി ടോയ്ക്കുന്നത് എല്ലാവരും കൊടുക്കത്ത ഉന്മേഷത്തിലാണ്. ഇതല്ലേ ഇവിടെ പിടിക്കുക. അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഇത് കൂടുതൽ പിടിക്കേണ്ട പൊക്കത്ത് പിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെയിനാണ്. ശരീരം എങ്ങനെ പോകുന്നത് അതനുസരിച്ച് ഇങ്ങനെ വളഞ്ഞിരിഞ്ഞിരിക്കട്ടെ വണ്ടി പോകുന്നതനുസരിച്ച്. അപ്പോൾ ഞാൻ പിടിക്കുന്നില്ല. ദൈവമേ, ഓ ഞാൻ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് ശരി, ഓക്കെ കുഴപ്പമില്ല. നമ്മൾ ഡെസേർട്ടിലെത്തി. ഇതിലോട്ട് നമ്മൾ കയറ്റി ഇറക്കി പൊയ്ക്കൊണ്ടിരിക്കുക. അതേ അവിടെ കുറച്ച് വണ്ടികൾ കറങ്ങുന്ന കാണാം നിങ്ങൾക്ക്. അവിടെ നിന്ന് ആ ഗ്രൂപ്പായിട്ട് വണ്ടി പോകുന്ന നടക്കുന്നത് നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമൽ നിൽക്കുന്നത് 2 ദിവസം മുമ്പേ കഴിച്ചേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ പുറകെ വരുന്ന ആ കോൺവേ ആണ് ഇത്ര ഉള്ളത് പുറകിൽ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് നേരെ കാണുമ്പോൾ ഇത് കുറച്ച് ചാന്നായിരിക്കുന്നത് കേട്ടോ. ഇത് കാണുന്നപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും ക്യാമറയ്ക്കകത്ത്. പക്ഷേ ഇത് താന്ന് പൊക്കത്തോട്ട് കയറാൻ പോകുക. ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങനെ വെറുതെ കുറെ സ്ഥലം കിടക്കുന്നോണ്ട് എങ്ങോട്ട് ഓടിക്കുക. ഓ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല തോന്നില്ലേ? നീ അവിടെ വണ്ടി പോകുന്നുണ്ടാ? एकदम അറ്റത്താണ് ഇവിടെ മരുഭൂമിയുടെ. ചെയ്യുവേ വണ്ടി ഡ്രിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കണം നീ വണ്ടിനകത്ത്. ഏതൊക്കെ മലയുടെ പൊക്കത്താണ്? മലയല്ല, ഡ്യൂൺസാ. ഈ ഒട്ടകത്തിന് ഈ വണ്ടിയുടെ ഒക്കെ എല്ലാം പുറകിരുന്ന് ഒട്ടകത്തിന് വലിയ ടെൻഷനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഏറ്റവും പറ്റയ്ക്ക് കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ കൂടി. കണ്ട താഴത്തോട്ട് നോക്കിയാൽ കുറേ വേറെ വണ്ടികളും കാണാം. സൂപ്പർ ബോൾ എന്നാ പറയുന്നത്. ഇതാ സൂപ്പർ ബോൾ. ഈ ഡ്യൂൺസിനൊക്കെ സൂപ്പർ ബോൾ എന്നാണ് പറയുന്നത്. നല്ല കയറ്റം ഇറക്കുന്നുണ്ട് കേട്ടോ. ഇത് പുറകിലോട്ട് ആൾക്കാർ വരുന്ന കണ്ട. ഡ്രൈവ് ചെയ്ത് കാണിച്ചത് അറ്റത്തോടി പൊക്കോണ്ടിരിക്കുക. ഈ ക്യാമറക്കകത്ത് കാണുന്നത് വലിയായിട്ട് തോന്നത്തില്ല, ഫ്ലാറ്റായിട്ട് തോന്നും. പക്ഷേ ഇത് കാണുമ്പോൾ ചരിഞ്ഞ് കിടക്കുക. 4 ഹൈലൈറ്റിട്ട് ചവിട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് ചെറുതായിട്ട് വണ്ടി ചുരുക്കം വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഛർദ്ദിക്കും. പൊക്കി താതി എനിക്ക് ഏതാണ്ട് ഛർദ്ദിക്കാൻ വരുന്നില്ല. പക്ഷേ കയറുന്നത് ഉള്ളാൽ വിടുന്നുണ്ട്. രണ്ടും കൂടി ഇതിനകത്ത് ഛർദ്ദിക്കാൻ ടാസ്കാ. ഇങ്ങനെ താന്നി പൊക്കി ഞങ്ങളെ ഏറ്റവും മുമ്പിൽ പോകുന്നില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. വെച്ചാൽ സ്പീഡ് മനസ്സിലാകത്തില്ല. അത് കൊടുക്കത്ത സ്പീഡിലാണ് ഇതിലോട്ടൊക്കെ ഒറ്റടി ചവിട്ടി കയറ്റുന്നത്. എൻ്റെ പുറത്ത് ഈ മലയൊക്കെ ഉണ്ട്. അതിനെ കണ്ട് വലിയ മലയിൽ ഇപ്പോൾ ചവിട്ടി കയറ്റി. വീഡിയോ കാണുന്നതിനൊക്കെ ഇത് നല്ലൊരു കയറ്റുമാണ് അങ്ങോട്ട്. ആ പുല്ലിനകത്ത് ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരട്ടെ. എനിക്ക് മുള്ളോട്ട് വരാൻ സാധിച്ചു കിട്ടി. ഇതുവരെ എന്ന് വെച്ചാൽ വെയിൽ ഇറങ്ങിയിട്ടില്ല. രാവിലെ ആയിട്ടുള്ളൂ. 24 hours ഡെസേർട്ട് ചെയ്യണം. വേണ്ട, ഞാൻ കൊടുക്കാതെ റിയലിസ്റ്റിക് ചെയ്ത് തലവേനയായിരിക്കും. ഇത് വേറെ കോൺവോയ് പോകുന്നു. എവിടെയെങ്കിലും ഓടിച്ചു കിട്ടുമെന്ന് നോക്കട്ടെ അവർ. ഇതേ അത് പൊതിഞ്ഞു പോയി. ആ വണ്ടി പൊതിഞ്ഞു പോയാ. ദൈവമേ, എന്താ ഇങ്ങോട്ട് ഓടിച്ചിട്ട് വരും? അതൊരു പെൺകൊച്ചല്ലേ? വണ്ടി ഓടിച്ച് പൊക്കോണ്ടിരിക്കും. ആ പെൺകൊച്ച് ചവിട്ടി ഇടുവാണ്. വണ്ടിയൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇവിടെ നിൽക്കുകയാണ്. ഇവർ വണ്ടി ഓടിച്ച് കയറ്റിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് മനസ്സിലാക്കില്ല. അതൊക്കെ പെട്ടെന്ന് ഓടിച്ച് കയറ്റുകയാണിത്. ഓ, നമ്മളങ്ങനെ ഏറ്റവും പൊക്കത്തൂടി പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഓ കണ്ടാ മോനെ, ഞാൻ അതിനകത്തായിരുന്നു. ഇപ്പം ഈ റാപ്റ്റർ ഇപ്പം കയറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഓടിക്കുക. പ്രാവശ്യം കയറി. ഇതേ നമ്മുടെ വണ്ടി. ഓ ചവിട്ടി ഇടുകയാണ്. അപ്പോൾ ഫൈനലി അവർ തിരിച്ചെത്തി. ഓ സ്റ്റേജ് 2 ട്യൂണാണ് അപ്പോൾ 0. മോനെ സീനായിട്ടാ. ഇവരുടെ ഞാൻ നോക്കി നിന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കാണ്. ഇവരെ കാണുമ്പോൾ തന്നെ ആ പൊക്കവും താത്തവും ഒക്കെ എനിക്ക് ഫീൽ ആയിക്കൊണ്ടിരിക്കുക. ഓ ദൈവമേ, ആ പജേറോയുടെ എക്സോസ്റ്റ് അത്. വണ്ടി തിരിച്ചു വന്നു. ബ്രോ ഓടിക്കുന്ന ഓടിപ്പ് താഴത്തുനിന്ന് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇരുന്നാലേ മനസ്സിലാകത്തില്ല വണ്ടിക്കകത്ത്. നല്ല ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകുക. ചൂട് കൂടി വരുന്നു. തണുപ്പ് കാലത്ത് കുറേ മണിക്കൂർ ചെയ്യും. ഇതിപ്പം ചൂട് സമയമായതുകൊണ്ട് കുറവാണ്. തിരിച്ച് പോകാനും ഇങ്ങനത്തെ ഒരു പോക്കണം തന്നെയാണ്. അല്ലാതെ വെറുതെ ട്രാക്ക് പിടിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇപ്രാവശ്യം നമ്മുടെ മുമ്പിൽ കൂടി ഒരു വണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയറായിട്ട് സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പൊക്കത്ത് കയറാൻ പോകുമായിരുന്നു. കാണാൻ ശ്രദ്ധിപ്പിച്ചു, പക്ഷെ കാണിപ്പിക്കാൻ പറ്റിയില്ല. എൻ്റെ കൈ താന്നു പോയി.
2 കൈ കൊണ്ട് ക്യാമറ പിടിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് വിട്ടു പോകുന്നു ക്യാമറ. അപ്പോൾ നമ്മൾ മരുഭൂമിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ കാറ്റടിക്കുന്ന സ്ഥലമുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാറ്റിന് റീഫിൽ ചെയ്തിട്ട് ഇവിടുന്ന് പോകും. പക്ഷേ അങ്ങോട്ട് വണ്ടി ഇപ്പം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോട്ട് എന്നെ ഓടിച്ചിപ്പം ഷർദിൽ മാറിയിട്ടില്ല. എനിക്ക് ഷർദിൽ ഇത് ഇവിടം വരെ ഇപ്പോൾ ഉണ്ട്. ഞാൻ അത് ഇപ്പം മിണ്ടായിരിക്കുക. കയറ്റി ഇറക്കി ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു എനിക്ക്. ഫ്രീസർ വെച്ച് തണുപ്പിച്ച കരിക്കുക. എത്ര വണ്ടിയാണ് മാറി മാറി കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിറങ്ങിയത്. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ രസമായിരിക്കും. സൈഡിൽ ഇരിക്കുന്ന രസമായിരുന്നു, പക്ഷെ ഓടിക്കുമായിരുന്നെങ്കിൽ ഓനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ പിന്നെ ഇവരെല്ലാ ആഴ്ചയും വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര രസമായിരിക്കണം. സാൻഡൂൺസിലൊക്കെ ഓടിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തന്നെ ബ്രോ ഇവിടെ കൊണ്ട് എൻ്റെ കൂട്ടുകാരനെ അവിടെ കൊണ്ടാക്കിയായിരുന്നു. എന്തായാലും ബ്രോയുടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ വരും. അവരുടെ ഫാമിലിക്കൊന്ന് എന്നെ കാണണം. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്. ഇത് ചെയ്യാൻ ഇതൊക്കെ അറിയിപ്പിക്കും. അപ്പോൾ എന്നാലും അവരെ കണ്ടിട്ട് നമുക്ക് പിന്നെയും ഡെസേർട്ടിലോട്ട് പോകണം. അപ്പോൾ ഡെസേർട്ടിൽ പോയിക്കിട്ട് നമുക്ക് അവിടെ കുറച്ച് ഫുഡും ബെലി ഡാൻസും അതൊക്കെ ഉണ്ട് ഡെസേർട്ടിനുള്ളിനകത്ത്. അപ്പോൾ അത് രാത്രിയിലത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ബ്രോ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് 4 മണിയാകാറ് ഇപ്പോൾ എത്തും. ബോയ്സ് ഫൈനലി ബ്രോ എത്തിയിരിക്കുന്നത് നമ്മളെ പിക്ക് ചെയ്യാൻ. എല്ലാവരും ഗെറ്റപ്പിലാണല്ലേ കുറേ. ഹായ്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. ഈ ലാൻഡ് ക്രൂസർ ഏകദേശം 5-5.5 ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ? വെറും 4 വർഷത്തില് 5 വർഷത്തില് 1 ലക്ഷം 1 വർഷം വണ്ടി ഓടിയിട്ടില്ലല്ലോ. ഓടാത്തോണ്ടാ വെറുതെ ഇരിക്കുവായിരുന്നല്ലേ? നല്ല സുഖത്തെ എടുത്തിട്ട് ഓടുന്നുണ്ട് വണ്ടി. ഒരു 10 ലക്ഷമൊക്കെ പ്രതീക്ഷിക്കുക അടുത്ത 3 വർഷത്തിൽ. നല്ല നൈസ് വണ്ടി കേട്ടാ, അറിയുന്ന പോലും ഇല്ല. നല്ല സ്മൂത്ത് വണ്ടി. കയറുന്ന സമയത്ത് എനിക്ക് ലാൻഡ് ക്രൂസർ ആണെന്ന് മനസ്സിലായില്ല. കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് ലാൻഡ് ക്രൂസർ അല്ലേ. എന്തായാലും നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം യഥാർത്ഥത്തിൽ നേരത്തെയാണ്. നല്ല പഴമണ്ണ് ക്യാമറ നിൽപ്പുണ്ടല്ലോ. എൻ്റെ മോന്തയ്ക്ക് ഈ മാസ്ക് വെച്ചിരിക്കുന്നത് അത് വൃത്തിയായിട്ട് തീറ്റിയുണ്ട്. അതാണെന്ന് തോന്നുന്നില്ല, വേറെ വല്ല റീസൺ ആയിരിക്കും. വല്ലം പറയുന്നുണ്ടാ. ഇരി ഞാൻ ഇതുവരെ ഒരു മൃഗത്തിന്റെ വേഗത്തിൽ ഇരുത്തിട്ടില്ല. അവന് വേദനിച്ചോ? എനിക്ക് വെയിറ്റ് കൂടുതല കേട്ടോ, 94 കിലോ ഉണ്ട് ഞാൻ. ഒട്ടകം പൊങ്ങിയില്ലെങ്കിൽ ഇവൻ തന്നെ എഴുന്നേക്കുവാണ്. ആരോട് ചോദിച്ചിട്ടേ പൊക്കിയത്? ഇത് ഇത്ര ആയിട്ടുണ്ടായിരുന്ന? ഇതൊരു ആനക്കുള്ള പൊക്കമുണ്ടല്ല. ഇത് കുറച്ചേറെ പൊക്കമുള്ള ക്യാമറ കേട്ടാ. അല്ല, എല്ലാ ക്യാമറയും ഒരേ പൊക്കം, എന്നാലും ഇവന് നല്ല പൊക്കമുണ്ട്. വല്ലം പറയുന്ന നടന്നു പോന്ന്. ഇത് തിക്കി നടക്കുന്ന കൈ കളിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ. ഈ ക്യാമറയിൽ ഞാൻ വെയിറ്റ് കൂടുതലാണോ? ഈ ക്യാമറയുടെ വല്ല വെയിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ക്യാമറ അത് ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഉദ്ദേശിക്കുന്നതൊക്കെ കേട്ടാ. ക്യാമറയിലൊക്കെ കൊടുക്കത്തായിട്ട് വോയിസ് നൈസാണ്. കുലുങ്ങി പോയ ക്യാമറെല്ലാം വേദനിക്കുന്നെങ്കിൽ ക്ഷമിക്കുന്നു. എനിക്ക് കുറച്ച് വെയിറ്റ് കിട്ടില്ല. അവൻ്റെ എക്സ്പ്രഷൻ മാറിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഏറ്റവും ഫ്രണ്ടിലുള്ള ക്യാമറ ഒന്നും ക്യാരി ചെയ്യുന്നില്ല. ഇത് ഇരിക്കുന്നതിന് ടാസ്ക് ആയിരിക്കുമല്ലേ? ഇതിപ്പോൾ ഇരിക്കാൻ പോവാ. ഈ മുട്ടുകുത്തിയൊക്കെ ഇരിക്കുന്ന ടാസ്ക് അല്ലേടാ അവന്. മുട്ടുകുത്താൻ പോകണമെന്ന് തോന്നുന്നു. മുട്ടുകുത്ത് ഇപ്പോൾ പേടിയാണാ? എനിക്ക് പേടി ഉണ്ടെന്ന് തോന്നി ചെറുതായിട്ട്. ഇവനിരിക്കാൻ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ വീണ. ദൈവമേ പാവം. അതിരുന്നോ? എന്നെ പൊക്കിയിട്ട് വല്ല വിരോധമുണ്ടോ? ഡോണ്ട് ടച്ച്. ഓക്കെ ടച്ച് ചെയ്തു. ഒരു പട്ടിയുടെ തലയിൽ തൊടുന്ന അത്രയൊക്കെ ഉള്ളൂ. ആൾക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഒറ്റയ്ക്ക് പോകണം. അപ്പം അവനിപ്പോൾ എഴുന്നേക്കെന്ന് തോന്നുന്നു. കൊള്ളാമല്ല. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഇരിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും കൂളേഴ്സിനൊക്കെ കാണാം. അപ്പം മോസ്റ്റ്ലി ഏത് ടെമ്പറേച്ചർ ആയിരിക്കും ഞാൻ ഇരുന്നായിട്ട് പറയാം. ഇപ്പം ആൾക്കാർ വന്നു തുടങ്ങുന്നുള്ളൂ. നമ്മൾ ഏർലിയാണ്. തൽക്കാലം നമുക്ക് അറബിക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു അറ്റയർ മാറ്റി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് അറബിക് ഡ്രസ്സ് ഫസ്റ്റ് ടൈം. എനിക്കറിയത്തില്ല ഇതിങ്ങനെ കറക്റ്റ് വൈബായിരിക്കും, പറയാൻ പറ്റത്തില്ല. തലക്കെട്ടൊക്കെ ഇടാം കിട്ടുമെങ്കിൽ. അവിടെ കുറേ സെലക്ഷൻ ഉണ്ട്. ഒരു വൈറ്റ് തന്നെ ഇടാം. ചൂടായിരിക്കുമോ? കറക്റ്റാണെന്നോ? ബോയ്സ് അപ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ്. എങ്ങനെയുണ്ട്? നിങ്ങൾ ഫുള്ളും കാണാൻ പറ്റുന്നുണ്ടോ? അതെ, കുറച്ച് നീളം കൂടിയൊരു അറബിയാണിത്. കുറച്ച് അറബി പഠിച്ചിരുന്ന ഇപ്പോൾ പറഞ്ഞേനെ, പക്ഷേ എന്ത് ചെയ്യാനാ, ഒന്നുമില്ല. അത് ഞാൻ ഇട്ട്, പക്ഷേ എൻ്റെ മേത്ത് അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. കുറച്ചേറെ വലിപ്പം. എന്തായാലും ഇവിടെ ഒടുക്കത്തെ മണ്ണിൽ പുതഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷൂവിനകത്ത് ഓൾറെഡി കുറേ മണ്ണ് കയറി. നമ്മളപ്പോൾ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. കുറച്ച് ടൂറിസ്റ്റ് മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. ഫുൾ മണ്ണാണ് ഇവിടെ. അതിൻ്റെ മരവും പിന്നെ ഇതല്ലാതെ. അപ്പോൾ ഇതാണ് ഫുഡ്. ഇത് സാൻഡ്വിച്ച് ഷവർമയാണ്. സാൻഡ്വിച്ച്. ഇത് ലുക്കാൻ മതി. ഇത് ഞാൻ മറ്റേ ക്യാമലിൻ്റെ ഇത് കഴിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബോണ്ടയ്ക്ക് അത് ഹണി മുക്കിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അത് ലുക്കാൻ പറ്റാം. ഇത് കൊള്ളാം. മറ്റേ സെയിം ടേസ്റ്റ് തന്നെയാണ് കഴിച്ചത്. ഇതൊക്കെ ചെയ്യിക്കാൻ ഇവിടെ 30 ദിർഹം 40 ദിർഹം 120 ദിർഹം ഒക്കെ ഉണ്ട്. കുറേ ഏറെ സംഭവങ്ങളുണ്ട് എനിക്ക്. പക്ഷേ ഇത് ചെയ്യിക്കാൻ പ്രൈസിലല്ലേ. എങ്ങനെയുണ്ട്? 2 സെക്കൻഡ് എടുത്തിടാൻ വേണ്ടി. 2 സെക്കൻഡിലാണ് ഇത് ഇട്ട് തീർക്കുന്നത്. ഞാൻ അവരുടെ മുഖം കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ആംഗിൾ എടുക്കുന്നത്. ഇതിനെക്കാട്ടി ഫാസ്റ്റാണല്ലോ നിൻ്റെ കയ്യിലിട്ടത്. 2 പേരുടെയും കയ്യിലായി. വല്ല സംസാരിക്കുക? മലയാളം അറിയില്ലേ? മലയാളം അറിയില്ല?
അറിയാം പാവം. ഇവരെന്താണ് വെടിവെക്കാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ ഒരു റീല് കണ്ടായിരുന്നു, ഇങ്ങനെ കറക്കാനായിട്ട്. ഇതല്ല, കുറച്ച് നീണ്ട സാധനമാണ്. എന്നിട്ട് കറക്കെടുത്ത് പൊക്കത്തോട്ട് വെടിവെക്കും. ഇത് ജസ്റ്റ് കറക്കിൽ മാത്രമായിരുന്നു. ഇത് അറബികളുടെ ഡാൻസാണിത്. വടി വെച്ച് കൂട്ടത്തോടെ കളിക്കുന്നത്. ഇപ്പോൾ കളിക്കും. വേണ്ട, സിമ്പിളാണ് സ്റ്റെപ്സൊക്കെ. അടുത്ത ഡാൻസ് വരുന്നത് ബ്രോദേ സ്റ്റേജിലോട്ട് കയറി. കമോൺ കമോൺ ലെറ്റ്സ് ഗോ ബോയ്സ്. ഓ, അത് കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ നല്ലതായിട്ട്. ചേട്ടനോ തലയൊന്നും കറങ്ങുന്ന പോലും ഇല്ല. കഴിഞ്ഞ 5 മിനിറ്റായിട്ട് ഈ ബ്രോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും അറിയത്തില്ല. കണ്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട്, പക്ഷേ ഒരു കുഴപ്പമില്ല, അത് കറങ്ങുന്നു. ആദ്യമായിട്ട് ഇത്ര ഒരാൾ കറങ്ങുന്നത് കാണുന്നത്. ഇവിടെ സെൽഫ് സർവീസാണ്. അൺലെസ് നിങ്ങൾ പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫുഡ് നിങ്ങൾ ടേബിളിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എടുക്കുക. ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. പച്ചക്കറി ഒന്നും എനിക്ക് വേണമെന്നില്ല. നല്ലൊരു പേരിനൊരു കുക്കമ്പർ എടുക്കുക. ഇത് വേണ്ട, സാലഡ് വേണ്ട. ഏയ് കിഴങ്ങല്ലേ? ആ ചാന്നറിയില്ലേ? അങ്ങോട്ട് എന്തുവാണ്? ഞാൻ ഇതിലോട്ടൊന്നും പാസ്തയൊന്നും ഞാൻ വെക്കുന്നു. അത് കുഴപ്പമില്ല, അതെല്ലാം പച്ചക്കറി ഞാൻ കഴിക്കത്തില്ല. കുറച്ചിട്ടേക്കല്ലേ. ചപ്പാത്തി കഴിക്കാനുള്ള വൈറ്റ് ചന ഉണ്ടല്ലോ, വൈറ്റ് ചനയൊന്നും ഉണ്ടാക്കുന്നത്. ഇവിടെ നൂഡിൽസും റൈസും കുറച്ച് വേറെ സംഭവങ്ങളും കൂടി ഉണ്ട്. കുറച്ചെടുത്തേക്കാണ്. എൻ്റെ പ്ലേറ്റ് കാണാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല. ഈ ഐറ്റമാണ് ഞാൻ കഴിക്കേണ്ടത്. ഓ, ഇത് കഴിക്കാം. അപ്പോൾ ഞാൻ പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്താണ് തോന്നുന്നത്. പാസ്ത എങ്ങനെ നോക്കട്ടെ. പാസ്ത അതേപടി എടുത്ത് ഇട്ടണം കൊണ്ട് വെന്തില്ലെന്ന് തോന്നുന്നു. ഈ വെള്ളം ട്രൈ ചെയ്യട്ടോ. ഇത് മറ്റേ എന്തുവാണ്, ഞാൻ മറ്റേ ഷവർമ കഴിച്ചില്ല, അതിൻ്റെ കൂടെ കഴിച്ചൊരു കയ്പ്പ് സാധനമില്ല. അതായത് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് ഇത് എന്തുവാണ്, എഗ് പ്ലാന്റിൻ്റെ തൊലി ഞാൻ കണ്ട് കഴിച്ച് തൊലിയ എന്തോ സാധനം ഇടുന്നുണ്ടായി കയ്പ്പ്. ഇങ്ങനെയുള്ള മീറ്റാണുള്ളത്. മീറ്റ് നമുക്ക് നോക്കാം. ആളാ ഡീസൻ്റ്. ഇന്ന് ട്രൈ കേട്ടോ. ഇത് ബീഫാണ്, പക്ഷേ ബീഫിന് എൻ്റെ മോന്തയ്ക്കത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് എന്ത് തോന്നുന്നു അതിനെ പറയുന്നത് കേട്ടോ. നോ ബയസ്ഡ് ഒപ്പീനിയൻ, ജസ്റ്റ് ടു മേക്ക് ദ ഒക്കേഷൻ ഫീൽ സ്പെഷ്യൽ. അടുത്ത ഫയർ ഡാൻസ് ബെല്ലി ഡാൻസ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇത് ഫയറാണോ ബെല്ലിയാണെന്ന് ഡൗട്ടുണ്ട് എനിക്ക്. ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ റഷ്യനാണെന്ന് പറയുന്നു. ഇതിലിപ്പോൾ ഞാൻ എന്ത് കമൻറ്റ് പറയാമെന്ന് എനിക്കറിയത്തില്ല. നൈസ് ബാലൻസ്. ഇപ്പോൾ ഈ പാട്ടിപ്പോൾ നടക്കുന്ന കുറച്ചുകൂടി വൈബാകട്ടെ. നേരത്തെ എല്ലാം വലിയ ഇതില്ലെങ്കിൽ ഇത് കറക്കണമെന്ന് തോന്നുന്നു. അതായത് 2 പെണ്ണുങ്ങളെ ഇപ്പോൾ ഡാൻസ് ചെയ്യാണ്ട് വിളിച്ച് ആ ബ്ലാക്ക് ഡാൻസ് കളിക്കട്ടെ. ആ ദൈവമേ, ആ ബ്ലാക്ക് വൈബാ. അടുത്ത ആൾ ഫുൾ RGB ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, എനിക്ക് ഏറ്റവും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി എങ്ങനെ ഇത്രയും കറങ്ങുന്നെന്നാണ്. ദൈവമേ, സഹിക്കുന്നില്ല കണ്ടിട്ട്. ഐ ലവ് ദുബായ് എന്നിരിക്കുന്നവിടെ എന്തോ നടക്കുന്നുണ്ട്. അടുത്ത ഫയർ ഡാൻസാണ് ചെയ്യാൻ പോകുന്നത്. താഴത്തൊക്കെ തീ കത്തിക്കുകയാണല്ലോ. ഭയങ്കര ഫോക്കസിൽ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ട്. ഓ, ഇത് നൈസായിട്ടാ. സൺഫ്ലേമിൻ്റെ സോഡ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഇതിനെന്തുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത്. പുതിയ പുതിയ സ്കിൽസ് എടുത്തോണ്ടിരിക്കുവാണല്ലോ. ഇത് ഏത് സോഡായിട്ടാണ് ദൈവമേ? സെക്കൻഡ് ലെവലാ. ഓ, അവൻ അവിടം വരെ പോയി അവിടെ ഐ ലവ് ദുബായ് കത്തിക്കുകയാണെന്ന് തോന്നുന്നു. 3, 2, 1 ലെറ്റ്സ് ഗോ. ഐ ലവ് ദുബായ് ബോയ്സ്. ഇത് നോക്കി നടക്കുന്ന ഒറ്റയടിക്കാൻ പറയുന്നത് കത്തിച്ചു തുടങ്ങിയതാ. ഇതാണ് ദൂരത്ത് നിന്ന് കാണുന്നത്. ഒരു കിടിലൻ സാധനം കാണാൻ പോകുന്ന എനിക്കൊരു പ്രതീക്ഷ കൂടി വരുന്നു. ഓ, ഇത് തന്നെ തുടക്കത്തിൽ കറക്കിയാൽ പോരായിരുന്ന ഈ തീയില്. എന്നെ മോന്തയ്ക്ക് വല്ലതും വരുമോ? ഓ, ദേ തീയൊക്കെ തെറിക്കുന്നല്ലേ. ചൂട് ഇവിടം വരെ ഫീൽ ആകുന്നുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓ ഓ ഓ, ഇതെന്താണ് അഗ്നികോളോ? എൻ്റെ മോന്തയ്ക്ക്
ഓ ഇതെന്താണെന്ന് നോക്കിയേ. ഓ സീൻ മാൻ, രണ്ട് സൺ കൊണ്ട് യുദ്ധമാണ്. ഓ നൈസ്. ഇതുവരെ കണ്ടതിൽ ബാക്കി എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് പോകത്തുണ്ട്. ചൂട് ഇവിടം വരെ ഫീൽ ആയിരുന്നു. ഫൈനൽ നമുക്ക് ഇതും കൂടിയാണ് ക്യാമൽ നടന്നു പോകുന്ന ഐ ലവ് യുയുടെ അവിടെ കൂടി. ഈ കാട്ടൂരിനകത്ത് ഇങ്ങനെ ദൂരത്ത് കൂടി ഇങ്ങനെ ക്യാമൽ നടന്നു പോകുന്നൊരു ഫീല്. അപ്പോൾ ഇവരുടെ ഫൈനൽ ഷോട്ട് ഇതാണ്. UAE ക്യാമലിൻ്റെ പുറകെ അല്ല ക്യാമലവിടെ ഇരുത്തുവാണ് മാഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫയറാ, പിന്നെ ബെലി, പിന്നെ ബാക്കിയുള്ളത് കറങ്ങുന്നത് നല്ലതാ. പക്ഷേ ഒരു പ്രാവശ്യം കാണാം, അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര കാണാൻ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് നല്ല കണ്ടു തന്നെ. കൊള്ളാം. എന്തായാലും മരുഭൂമിയിൽ പാതിരാത്രി ആയിട്ടില്ല, ഏകദേശം ഒരു 8:30 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം കൺക്ലൂഡ് ആയി നമുക്ക് റൂമിൽ പോകണം. അപ്പോൾ ഇതപ്പോൾ ഞാൻ ഏകദേശം ഉറങ്ങി തുടങ്ങിയായിരുന്നു. ഞാൻ രാത്രി 2 മണിക്കൂർ ഇറങ്ങിയുള്ളൂ. എന്നെ അപ്പം എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കി. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്ന, വളരെ നല്ലയും വളരെ ടയറിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നത്. അടുത്ത പ്രാവശ്യം ദുബായ് ഒരു എന്തായാലും കാണാം. എല്ലാവരും ഞാൻ കാണുന്നതായിരിക്കും. ഇപ്രാവശ്യം എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും പറ. വായിക കൊള്ളാം. എടാ പേര് പറയടാ. ആ കൊള്ളാം. ശരി ബ്രോ. ശരി ബൈ. അപ്പം പോയി ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചേർത്തുവാണ്. എനിക്ക് ഉറക്കം വന്നിട്ട് മേല ഞാൻ റൂമിൽ പോയി കിടന്നുറങ്ങട്ടെ. ഐ ഹോപ്പ് യു ഗൈസ് എ വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time. പോട്ടെ.